എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെ കല്യാണിന്റെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ശാരിയും സരിയും ചേർന്നിട്ട് കല്യാണിനെ വെല്ലുവിളിക്കുന്നുണ്ട്. ഇനി നിന്നെ ജയിലിൽ വന്ന് ഞങ്ങൾ കാണൂടി, നിന്റെ അഹങ്കാരത്തിന് കനത്ത തിരിച്ചടിയാണ് നിനക്ക് കിട്ടാൻ പോണെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇനിയിപ്പൊ കല്യാണി വെറുതെ ഇരിക്കത്തില്ല. കല്യാണി നല്ല 8ന്റെ പണി തന്നെ വിക്രത്തിനിട്ട് കൊടുക്കാൻ പോകുന്നേ. വിക്രത്തിന്റെയൊക്കെ വിചാരം കല്യാണി ഇനിയിപ്പൊ അകത്ത് കിടക്കും, അവളുടെ അഹങ്കാരത്തിന് കനത്ത തിരിച്ചടിയായിരിക്കും കിട്ടാൻ പോണെന്ന്. പക്ഷെ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്നുള്ള അവസ്ഥയായി ഇനി വിക്രത്തിന് വരാൻ പോകുന്നേ. വിക്രം കൊണ്ടേ പോലീസ് സ്റ്റേഷൻ കൊണ്ട് പരാതി കൊടുത്താലും അവസാനം വാദി പ്രതിയാകാൻ പോവാണ്. നമ്മൾ ഇന്ന് തന്നെ കണ്ടു. കിരണിനോട് വന്നിട്ട് കല്യാണി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്കൊരു വക്കീലിന്റെ ആവശ്യമില്ല, എനിക്ക് വേണ്ടി ഞാൻ തന്നെയാണ് കോടതി വാദിക്കാൻ പോണേന്ന്. പക്ഷെങ്കിൽ കിരണിന് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. കല്യാണി, നിനക്ക് കോടതിയിലെ നിയമങ്ങളൊന്നും അറിയത്തില്ല, അവിടെ എങ്ങനെ പെരുമാറണം, എന്തൊക്കെ പറയണം എന്നൊക്കെ. അതുകൊണ്ട് നീ ഒരു വക്കീലിനെ വെക്ക്, ഞാൻ വക്കീലിനെ ഏർപ്പാടാക്കി തരാന്ന് പറഞ്ഞു. പക്ഷെ കല്യാണിക്ക് അതിന് സമ്മതമല്ലായിരുന്നു. കല്യാണി പറഞ്ഞ് എനിക്ക് വേണ്ടി ഞാൻ തന്നെ വാദിച്ചോളാം, പക്ഷെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാളും കൂടെ വേണം എന്നൊക്കെ കല്യാണി പറയുന്നുണ്ട്. പക്ഷെ കിരൺ അതിന് സമ്മതമല്ലായിരുന്നു. കിരണ് കല്യാണി എന്താ ഇങ്ങനെ ചെയ്യുന്നേ ആ ഒരു ചിന്തയായിരുന്നു കിരണിന്റെ ഉള്ളിലുണ്ടായിരുന്നേ. ഒരു പക്ഷേങ്കില് കോടതി വെച്ച് വാദിച്ച് തോറ്റുപോയിട്ടുണ്ടെങ്കിൽ കല്യാണി നേരെ ജയിലിലേക്ക് പോകേണ്ട വരും. അതിന്റെ സീരിയസ്നെസ് മനസ്സിലാകാഞ്ഞിട്ടാണോ കല്യാണി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് പോലും ഒരു നിമിഷം കിരൺ ആലോചിച്ച് പോവാണ്. പിന്നീട് പ്രകാശനും വിക്രമും കൂടെ ശാരിനെയും സരിയുനെയും കൂടെ കാണാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശാരി വെച്ചു, അല്ല കേസൊക്കെ കൊടുത്ത കേസിന്റെ കാര്യമൊക്കെ എങ്ങനെയായെന്ന് ചോദിക്കുകയാണ്. പരാതി കൊടുത്തിട്ട് അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചോന്ന് ചോദിക്കുകയാണ്. കേസ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവിടെ ഇരിക്കുന്ന SI ഉണ്ടല്ലോ, ആ SI അവളുടെ ഒരു ചിങ്കിടിയാന്ന് എനിക്ക് തോന്നുന്നേ. അല്ല അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല പരാതി കൊടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഒരു വക്കീലെല്ലാം കൂട്ടിക്കിട്ട് അവൾ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു പറയാ. ആഹാ, അത് കൊള്ളാലോ. അപ്പൊ അവൾ എങ്ങനെയാ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് ചോദിക്കുകയാണ്. കാര്യങ്ങൾ അറിഞ്ഞ എങ്ങനെയാന്ന് അറിയത്തില്ല, ഒരു പക്ഷെ അവിടുന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാണെന്ന് അറിയത്തില്ല. സറിയ പറഞ്ഞു അവൾക്ക് പൈസയല്ലേ ഉള്ളത്, അതുകൊണ്ട് ആരെങ്കിലും അവളെ വിളിച്ചു പറഞ്ഞായിരിക്കും എന്ന് പറയാണ്. വിക്രം പറഞ്ഞു എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും ആരൊക്കെ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞാലും അവൾ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അവൾക്കെതിരെ സ്ട്രോങ് ആയിട്ടുള്ള തെളിവുകളുമായിട്ടായിരിക്കും ഞാൻ കോടതിയിലേക്ക് പോകാൻ പോകുന്നേ. ഇത് കേട്ടപ്പോ ശാരി ശരിയാണ്, അവൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. സാക്ഷികളുണ്ടല്ലോ, സാക്ഷികളെ എന്നും മൊഴി പറഞ്ഞാൽ പോരെ. അതോടുകൂടി അവള് ഒരു 10 ദിവസമെങ്കിൽ 10 ദിവസം അകത്ത് കിടക്കണം. ആ കാഴ്ച എനിക്കൊന്ന് കാണണമെന്ന് പറയാണ്. ഈ സമയം സരിയും പറഞ്ഞിട്ട് ശരിയാ അമ്മ പറഞ്ഞത്, അവൾ അങ്ങനെ അകത്ത് കിടക്കണം. അകത്ത് കിടന്നാൽ അവൾ പഠിക്കുള്ളൂ. അവളുടെ അഹങ്കാരത്തിനുള്ള കനത്ത തിരിച്ചടിയായിരിക്കും. അവളങ്ങോട്ട് എല്ലാം നേടിയെടുത്തുന്ന രീതിയിലാണ് ഇപ്പൊ അവളുടെ നടപ്പും മട്ടും ഭാവവും ഒക്കെ. വിക്രമന് ശരിയാണ്, അവളുടെ അഹങ്കാരം ഒന്നുമില്ലാതെ കുപ്പത്തൊട്ടി കിടന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. എന്റെ പെങ്ങളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പെങ്ങളാന്ന് പറയാൻ പോലും എനിക്ക് അറപ്പാ അവളെ കുറിച്ച്. പ്രകാശം പറഞ്ഞു, നീ അതൊക്കെ വിട്ടാടാ മോനെ, നിനക്കിനി ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. ഈ അച്ഛനല്ലേ കൂടെ, നിന്നെ രാജകുമാരനാക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ അവൾ നിന്നെ വിളിക്കുന്ന എന്നെ കള്ളൻ എന്നല്ലേ വിളിക്കുന്നേ. പക്ഷെ നീ കള്ളനല്ലാന്ന് എനിക്ക് അവളുടെ മുന്നിൽ തെളിയിച്ചു കൊടുക്കണം. ഈ പ്രകാശൻ ആരാന്ന് അവൾ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂന്ന് പ്രകാശൻ വിക്രത്തിനോട് പറയാണ്. പിന്നീട് അവരങ്ങോട്ട് കയറി പോയിക്കുമ്പത്തിനും ശാരി സരയും കൂടെ വീട്ടിലേക്ക് പോയിരുന്നു. അങ്ങനെ പോകുന്ന സമയത്താണ് വഴിക്ക് വെച്ച് കല്യാണിനെ കാണുന്നത്. കല്യാണി കണ്ടത് പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് അവർ രണ്ടുപേരും കൂടെ ഇറങ്ങുവാണ്. കല്യാണി കണ്ടു, ഓ എങ്ങോട്ടായിരിക്കും കൊച്ചമ്മ പോണേന്ന് ചോദിക്കുകയാണ്. അത് നിങ്ങൾ എന്തിനാ അറിയണേന്ന് ചോദിക്കുകയാണ്. അറിയണതോ, ഇനിയിപ്പൊ നിന്നെ കാണണമെങ്കിൽ ഇനിയിപ്പൊ ജയിലിൽ പറഞ്ഞോലോ, അങ്ങനെയല്ലേ കാണാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കണം. ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേന്ന് കല്യാണി ചോദിച്ചു. അല്ല പിന്നെ നീ അങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നില്ലടി, നിന്റെ അധോഗതി തുടങ്ങി. കേസ് കൊടുത്തിട്ടുണ്ടോ നിന്റെ ആങ്ങളെ വിക്രം, അസാക്ഷികളും കാണും. അപ്പൊ ഉറപ്പായിട്ട് നിന്നെ ഇനിയിപ്പൊ ശിക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ജയിലിലേക്കേ പോകത്തുള്ളൂ. അത് കാഴ്ച കണ്ടിട്ട് ഞാൻ വരൂടി, ഞാനും എന്റെ മോളും കൂടെ വരുമെന്ന് ശാരി പറയണം. ഇത് കേട്ടപ്പോ കല്യാണം നോക്കിയിരുന്നു, നമുക്ക് കാണാം ആ കാഴ്ചകൾ കൊണ്ട് ആരാ ജയിലിൽ കിടക്കുന്നതെന്നുള്ളേ. അതിനു വേണ്ടി തന്നെയാണ് ഈ കല്യാണിയും കാത്തിരിക്കുന്നു പറയണം. നിനക്ക് വലിയ അഹങ്കാരമായിരുന്നല്ലോ, നീ വലിയ എന്തോ ആളായി പോയെന്നുള്ളേ. ആ അഹങ്കാരമൊക്കെ നിന്റെ കയ്യിലിരിക്കുള്ളൂ. ഈ തവണ നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ലടിന്ന് സരയു വന്നിട്ട് കല്യാണിനെ വെല്ലുവിളിക്കുകയാണ്. അപ്പൊ കല്യാണി പറഞ്ഞു, നിനക്ക് ഈ കിട്ടിയതൊക്കെ പോരെ, അല്ല ഇത്രയും കിട്ടി, ഇനിയിപ്പം എന്റെ അങ്കിൾ എന്ന് പറയുന്ന രാഹുൽ ഉണ്ടല്ലോ, അയാളിപ്പം എന്റെ ഹോസ്പിറ്റലാ, എന്നിട്ട് നിങ്ങളുടെ ഈ അഹങ്കാരത്തിന് ഒരു കുറവില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. കുറച്ച് സമയം ഉണ്ടെങ്കിൽ അയാളുടെ അടുത്ത് പോയിരുന്നു നോക്ക്, അയാളെ സൂക്ഷിക്കാൻ നോക്ക്, അല്ലാതെ ഇങ്ങനെ ആരെ തകർക്കണ്ടേന്ന് കരുതി ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ട് നടക്കുമല്ലേ ഈ സമയത്ത് ചെയ്യണ്ടേന്ന് പറയാണ്. ഇത് കേട്ടപ്പോ സരി പറഞ്ഞു, എല്ലാത്തിനും കാരണം നീ ഒരുത്തിയാ. എന്റെ അച്ഛൻ അങ്ങനത്തെ അസുഖം ഉണ്ടായെങ്കിൽ നീയും
നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ കിരണും ആ ചന്ദ്രസേനൻ ഉണ്ടല്ലോ, അയാൾ എല്ലാരും കൂടെ കൂടിയിട്ടാ. പക്ഷെ എന്റെ അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പം നിനക്കിട്ടൊക്കെ 8ന്റെ പണി തരൂടിന്ന് പറയണം. പിന്നെ ഇറങ്ങിക്കയും പണി തരാനിട്ട് ഇങ്ങോട്ട് വന്നാ മതി എന്ന് പറയണം. പെട്ടെന്ന് സാരിയെ പറഞ്ഞു, അതെ ഞാൻ ഉടനെ തന്നെ അമേരിക്കയ്ക്ക് പോകും. പക്ഷെ അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് നീ ജയിലിൽ കിടക്കുന്ന കാഴ്ച എനിക്കൊന്ന് കാണണം. ആ കാഴ്ച കണ്ടിട്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന് പറയാം. കല്യാണി പറഞ്ഞു, അന്നാ നിനക്ക് അമേരിക്കയ്ക്ക് പോകേണ്ട വരത്തുമില്ല എന്ന് പറയാണ്. അതേടി, നിന്റെ ആത്മവിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് സരയു തിരിച്ച് കല്യാണിയെ വെല്ലുവിളിക്കുകയാണ്. കല്യാണി ഇതൊന്നും മൈൻഡ് ചെയ്ത കല്യാണി അങ്ങോട്ട് കയറിപ്പോവാ. പിന്നീട് നേരെ രൂപയുടെ അടുത്തേക്കാണ് കല്യാണി ചെല്ലുന്നത്. രൂപയുടെ അടുത്ത് ചെന്നപ്പോഴത്തേനും കല്യാണി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വഴിക്ക് വെച്ച് സരയുവിനെ ശാരിനെയും കണ്ട കാര്യങ്ങളെല്ലാം. പിന്നീട് കോടതി പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ വക്കീലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു, അമ്മേ ഞാൻ എനിക്ക് വേണ്ടി സ്വന്തമായിട്ട് വാദിക്കാൻ തന്നെ തീരുമാനിച്ചു. ഒരു വക്കീലിനെ ഏർപ്പാടാക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും രൂപ വെച്ച്, നീ എന്താ മോളെ പറയണേന്ന് ചോദിക്കുകയാണ്. അമ്മ ഞാൻ പറഞ്ഞ കാര്യം സത്യം, എനിക്ക് വേണ്ടി ഞാൻ തന്നെ വാദിക്കും എന്ന് പറയാം. മോളെ അത് നീ അപകടം ക്ഷണിച്ചു വരുത്തുന്നതായിരിക്കും. നിനക്ക് അതിന്റെ സീരിയസ്നെസ് അറിയത്തില്ല. ഒരു പക്ഷെ കോടതിയിലെ പ്രഗത്ഭനായ ഒരു വക്കീലാണെങ്കിൽ വിക്രത്തിന് വേണ്ടി വാദിക്കാൻ വരുന്നെങ്കിൽ നിനക്ക് വാദിച്ച് ജയിക്കാൻ പറ്റില്ല. ആ ഒരു ചിന്ത ഉണ്ടാവണം നിനക്ക്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നീ ജയിലിലേക്ക് പോകേണ്ട വരും. നിനക്ക് വല്ല ബോധം ഉണ്ടോ കല്യാണി എന്ന് ചോദിക്കണം. അമ്മേ എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. ഞാനൊരു തീരുമാനം എടുത്താൽ അതിൽ നിന്ന് മാറത്തില്ല. എനിക്ക് അറിയാം എനിക്കിവിടെ വാദിച്ച് ജയിക്കാൻ പറ്റും. വിക്രത്തിനെതിരെയുള്ള തെളിവുകളൊക്കെ ശേഖരിക്കും ഞാൻ. അതെല്ലാം എനിക്ക് കോടതിയിൽ ഹാജരാക്കണം. അത് മാത്രല്ല ശരണ്യയുടെ ജീവിതം കൂടെ എന്നെ രക്ഷിക്കണം. ഇനി അവൻ അറിയാൻ പോകുന്നുള്ളൂ ശരണ്യ ആരാന്നും ശരണ്യ എന്തിനാണ് അവനെ വിവാഹം കഴിച്ചതെന്നൊക്കെ. ആ രഹസ്യങ്ങളോടെ ഞാൻ കോടതി വിളിച്ചു പറയാൻ പോവാ. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ഇനിയിപ്പോ ജയിലിലേക്ക് പോകുന്ന ഞാനായിരിക്കില്ലമ്മേ, അവനായിരിക്കും. എന്റെ ആങ്ങളയ്ക്ക് ഞാൻ കൊടുക്കാൻ വെച്ചിരിക്കുന്ന കാത്തു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം അതായിരിക്കും. ശരണ്യയോടും ആലിബയോടും ഒക്കെ ചെയ്ത് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇനി അവൻ പുറത്ത് കിടന്നങ്ങനെ സൂയിക്കണ്ട. ഇനി അവൻ അകത്ത് കിടക്കട്ടെ. അത് കണ്ടിട്ട് സമനില തെറ്റിയ പോലെ എന്റെ അച്ഛനെന്ന് പറയുന്ന ആ ദുഷ്ടൻ ഓടി നടക്കണം. മകനെ ഓർത്തിട്ട് മകനെ രാജകുമാരനെ പോലെ വളർത്താൻ തിരിച്ച് അവൻ ജയിലിൽ കിടക്കുന്ന കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞോടെ നടക്കണം. അത് എന്റെ ഇനി അതിന് വേണ്ടിയിട്ടാ എന്റെ ശ്രമം എന്ന് പറയാണ്. രൂപ പറഞ്ഞു, മോളെ അത് റിസ്ക്കാ എന്ന് പറയാം. അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അമ്മ ധൈര്യമായിട്ടിരിക്കാൻ പറയാണ്. പിന്നീട് രൂപ പറഞ്ഞു, മോൾക്കറിയാലോ ചുറ്റും ശത്രുക്കളാണ്, അവരെന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ മോളോട് ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് കല്യാണിക്ക് ഒരു കുലുക്കോ ഇല്ലായിരുന്നു. കല്യാണി അമ്മ ധൈര്യമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ അതിന്റെ ഫുൾ വിശേഷങ്ങളുമായിട്ട് രാവിലെ തന്നെ ഞാൻ വരും കേട്ടോ. അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.